നാളെ സമ്പൂർണ്ണ മന്ത്രിസഭ സത്യപ്രതിജ്ഞ പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും UDF-ലെ ഘടകകക്ഷികളുമായുള്ള ഉഭയകക്ഷി ചർച്ചകളിൽ തീരുമാനം വൈകുന്നുണ്ട്. 5 മന്ത്രിസ്ഥാനം പ്രതീക്ഷിച്ചില്ലെങ്കിലും ചർച്ചകളിൽ ഇതുവരെയും ലീഗിന് കോൺഗ്രസ് ഉറപ്പ് നൽകിയിട്ടില്ല. പക്ഷേ കേരള കോൺഗ്രസ് 2 മന്ത്രിസ്ഥാനം വേണമെന്ന ആവശ്യത്തിൽ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നുണ്ട്. അപ്പോൾ ലീഗ് ഏത് രീതിയിലായിരിക്കും വിട്ടുവീഴ്ച ചെയ്യാൻ പോകുന്നത്, കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം, കേരള കോൺഗ്രസ് ഏത് രീതിയിലായിരിക്കും വിട്ടുവീഴ്ച ചെയ്യാൻ പോകുന്നത് പറഞ്ഞു തരാൻ ഇതാ വിജിൻ കൂടി ചേരുന്നുണ്ട്. വിജിൻ വായാന്തോട്. വിജിൻ, ഗുഡ് മോർണിംഗ്. യെസ്, ഏത് രീതിയിലായിരിക്കും ഈ ഘടകകക്ഷികളെ അനുനയിപ്പിച്ച് ഒരു ഒത്തുതീർപ്പ് ഫോർമുല അത് ഏത് രീതിയിലായിരിക്കും? വിജിൻ എന്ത് തോന്നുന്നു? വിരിഷദിവ്യ, അതായത് ഇന്നലെ ഉച്ചവരെയാണ് ഘടകകക്ഷികളുമായുള്ള ചർച്ച നടന്നത്. അതിനിടയിലാണ് കോൺഗ്രസിലെ വലിയ തരത്തിലുള്ള വിഭാഗങ്ങളുടെ സമ്മർദ്ദം. ആ സമ്മർദ്ദം പരിഹരിക്കുക എന്ന നീക്കത്തിലേക്ക് വി ഡി സതീശൻ കടന്നത്. ഒരു ഭാഗത്ത് ഉഭയകക്ഷി ചർച്ചകൾ നിർത്തിവെച്ച് കോൺഗ്രസിന്റെ ചർച്ചകളിലേക്ക് വി ഡി സതീശൻ പോയി എന്ന് തന്നെ പറയാം. അദ്ദേഹം അതിലൊരു തീരുമാനമുണ്ടാക്കിയ ശേഷം ഘടകകക്ഷികളുടെ കാര്യത്തിൽ തീരുമാനം എന്നുള്ള നിലപാടാണ് കൈക്കൊണ്ടത്. എന്തായാലും ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. ഗവർണർക്ക് മന്ത്രിമാരുടെ അന്തിമ പട്ടിക കൈമാറേണ്ടതുണ്ട്. 21 മന്ത്രിമാരും ഒരുമിച്ച് സത്യപ്രതിജ്ഞ ചെയ്യും എന്ന പ്രഖ്യാപനം നേരത്തെ തന്നെ വി ഡി സതീശനും കോൺഗ്രസും നടത്തി കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ ലീഗുമായുള്ള ഒരു കൂടിയാലോചനയിലേക്ക് ഏറ്റവും പ്രധാനമായും കടക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് വന്നിരിക്കുന്നത്. നിലവിൽ 5 മന്ത്രിമാർ എന്ന കാര്യത്തിൽ ഏകദേശ ധാരണ ലീഗിനുണ്ട്. 5 മന്ത്രിമാർ വേണമെന്ന ആവശ്യം ലീഗ് മുന്നോട്ട് വെച്ചിട്ടുമുണ്ട്. പക്ഷേ ആ 5 മന്ത്രിമാരെ എങ്ങനെ നൽകും എന്ന കാര്യത്തിലുള്ള ഒരു ചർച്ചയാണ് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് 4 മന്ത്രിമാർ നിലവിൽ ഉറപ്പിച്ചിട്ടുണ്ട്. അത് PK കുഞ്ഞാലിക്കുട്ടി, KM ഷാജി, പാറക്കൽ അബ്ദുള്ള, ഒപ്പം തന്നെ N ശംസുദ്ദീൻ എന്നിവരുടെ പേരാണ്. അതിനപ്പുറം മറ്റൊരു മന്ത്രിസ്ഥാനം നൽകുക എന്നുള്ളതാണ്. ഏത് മന്ത്രിസ്ഥാനം നൽകും, എങ്ങനെ അവരെ അക്കമഡേറ്റ് ചെയ്യും എന്നുള്ളതാണ് നിലവിൽ ഏറ്റവും പ്രധാനമായും ചർച്ച നടക്കുന്നത്. ഒപ്പം തന്നെ PJ ജോസഫ് വിഭാഗം, കേരള കോൺഗ്രസ് 2ാമത്തെ മന്ത്രി നിർബന്ധമാണ്. കാരണം തങ്ങൾക്ക് 7 MLA-മാരുണ്ട്. ഓരോ കക്ഷികൾക്ക് ഓരോ MLA-മാരുള്ള കക്ഷികൾക്ക് അവർക്ക് നിലവിൽ ഓരോ മന്ത്രിസ്ഥാനം നൽകാനുള്ള തീരുമാനം കൈക്കൊണ്ടിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ 7 പേരിൽ തങ്ങൾക്ക് എന്തുകൊണ്ട് 2ാമത്തെ മന്ത്രിസ്ഥാനം അവകാശപ്പെട്ടുകൂടാ എന്നുള്ള ചോദ്യം തന്നെയാണ് നടന്നത്. ഇന്നലെ 2 തവണ PJ ജോസഫുമൊക്കെയായി സംസാരിച്ച ഘട്ടത്തിലും അദ്ദേഹം അതിനകത്ത് നിന്ന് വിട്ടുവീഴ്ച ചെയ്യാനുള്ള ഒരു നീക്കവും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. ഏതെങ്കിലും തരത്തിൽ അവരെ അനുനയിപ്പിക്കുകയും ഒറ്റ മന്ത്രിസ്ഥാനത്തേക്ക് എത്തിക്കുകയും വേണം എന്നുള്ളതാണ് കോൺഗ്രസിന് മുന്നിലെ മറ്റൊരു കീറാമുട്ടി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചർച്ചകൾ എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കേണ്ടതുണ്ട്. ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഈ 4 പേരെ അവിടെ മന്ത്രിസ്ഥാനത്തേക്ക് എത്തിക്കുമ്പോൾ എല്ലാവരും അത് മലപ്പുറത്തുനിന്നാകും എന്നുള്ളൊരു ചർച്ച നിലവിൽ നിൽക്കുന്നുണ്ട്. കോഴിക്കോട് നിന്നും ഒപ്പം തന്നെ എറണാകുളത്തും ഒക്കെയുള്ള പ്രാതിനിധ്യം വേണം എന്നുള്ളതാണ്. അബ്ദുൽ ഗഫൂർ അവിടെയുണ്ട്. ഇബ്രാഹിം കുഞ്ഞിന്റെ, പഴയ മന്ത്രി ഇബ്രാഹിം കുഞ്ഞിന്റെ മകനാണ്. എറണാകുളത്ത് ഒരു മന്ത്രിസ്ഥാനം കൊടുക്കുക എന്നുള്ള ആലോചന നടക്കുന്നുണ്ട്. അതെല്ലാം പൂർത്തിയാകണമെങ്കിൽ പക്ഷേ ഇക്കാര്യത്തിൽ UDF-ലെ ഒരു ധാരണയിലേക്ക് പോകണം. കോൺഗ്രസുമായി 5ാം മന്ത്രിസ്ഥാനം ഉറപ്പിക്കേണ്ട അവസ്ഥയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മണിക്കൂറുകളിൽ, രാവിലെ മുതൽ ഈ മണിക്കൂറുകളിൽ ഇനി നടക്കാൻ പോകുന്നത് ഉഭയകക്ഷി ചർച്ചയാണ്. ഒപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഘടകം ഈ ഓരോ MLA-മാരുള്ള കക്ഷികൾ അവരുടെ പ്രശ്നം നിലവിൽ ഇപ്പോൾ തീർക്കാൻ കഴിഞ്ഞ പിണറായി സർക്കാരിന്റെ കാലത്ത് ഉണ്ടായതുപോലെ ഓരോ MLA-മാരുള്ള ആളുകൾക്ക് ടേം വ്യവസ്ഥയിൽ മന്ത്രിസ്ഥാനം നൽകാം എന്നുള്ളൊരു ആലോചന നിലവിൽ നടക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ അനൂപ് ജേക്കബ് ഉൾപ്പെടെയുള്ളവർ, കഴിഞ്ഞ മന്ത്രിസഭയിൽ ഭക്ഷ്യ സിവിൽ സർവീസ് മന്ത്രിയായിരുന്നു അനൂപ് ജേക്കബ്, അത് പൂർണ്ണസമയ മന്ത്രിയായിരുന്നു. നിലവിൽ ഇപ്പോൾ CP ജോണും പൂർണ്ണസമയ മന്ത്രിസ്ഥാനം വേണം എന്നാവശ്യപ്പെട്ടിട്ടുണ്ട്. ഒപ്പം തന്നെ RMD, RSP ഉൾപ്പെടെയുള്ള കക്ഷികൾ അവരുടെ കാര്യത്തിലും ഒരു തീരുമാനം എടുക്കേണ്ടതുണ്ട്. നിലവിൽ 4 MLA-മാർ RSPക്കുണ്ട്. ഒരു മന്ത്രിസ്ഥാനം എന്തായാലും ഉറപ്പാണ്. അത് പൂർണ്ണസമയ മന്ത്രിസ്ഥാനം തന്നെയായിരിക്കും. ഷിബു ബേബി ജോണാണ് മന്ത്രിയാവുക. അങ്ങനെ RSPക്ക് ആ ഒരു മന്ത്രിസ്ഥാനം കൊണ്ട് തൃപ്തിപ്പെടാൻ അവർ തയ്യാറാണ്. പക്ഷേ RMPക്ക് മന്ത്രിസ്ഥാനം കൊടുക്കുമ്പോൾ അത് ടേം വ്യവസ്ഥയിൽ വേണമോ എന്നുള്ള ആലോചനയാണ് നിലവിൽ നടക്കുന്നത്. മറ്റ് ചെറു കക്ഷികൾക്കും ഏത് നിലയിൽ അവരെ മന്ത്രിസഭയിൽ അക്കമഡേറ്റ് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ മറ്റ് സ്ഥാനങ്ങൾ, ക്യാബിനറ്റ് പദവിയോ അല്ലെങ്കിൽ ഏതെങ്കിലും മറ്റ് സ്ഥാനങ്ങളും നൽകി തൃപ്തിപ്പെടുത്താൻ കഴിയുമോ എന്നുള്ളതാണ് നിലവിൽ ആലോചിക്കുന്നത്. എന്തായാലും UDF-നകത്ത് ഏറ്റവും വലിയ തലവേദനയാകാൻ സാധ്യതയുള്ളത് PJ ജോസഫ് ഗ്രൂപ്പ് തന്നെയായിരിക്കുമോ? കാരണം 2ാം മന്ത്രിസ്ഥാനത്തിൽ നിന്ന് ഒരു തരത്തിലും പിന്നോട്ട് പോകാനില്ല എന്ന നിലപാടിലാണല്ലോ PJ ജോസഫ് ഉള്ളത്. അദ്ദേഹത്തെ അനുനയിപ്പിക്കുകയായിരിക്കുമോ വി ഡി സതീശന് തലവേദന ഉണ്ടാക്കാൻ പോകുന്നത്? തീർച്ചയായും അദ്ദേഹത്തെ അനുനയിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ്. നേരത്തെ തന്നെ അവർ പ്രഖ്യാപിച്ചതാണ് തങ്ങൾക്ക് 2 മന്ത്രിസ്ഥാനം വേണം. കാരണം കേരള കോൺഗ്രസ് പൂർണ്ണമായും ഇല്ലാതായി. കേരള കോൺഗ്രസ് എന്നുള്ള നിലയിൽ UDF-ൽ നിന്ന് അവർ 8 സീറ്റിൽ മത്സരിച്ചു, 7 സീറ്റിലും വിജയിച്ചു. 10 സീറ്റാണ് അവർക്കുണ്ടായിരുന്നത്. 2 കോൺഗ്രസിന് വേണ്ടി വിട്ടു നൽകിയതാണ്. ഇടുക്കി ഉൾപ്പെടെയുള്ള സീറ്റുകൾ വിട്ടു നൽകിയതാണ്. അതുകൊണ്ട് തന്നെ തങ്ങൾ ഒരുപാട് ഈ UDF-ൽ ചില സാക്രിഫൈസുകൾ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ തങ്ങളുടെ ആവശ്യം, അത് തങ്ങളുടെ ഒരു അവകാശം തന്നെയാണ് എന്നുള്ള നിലപാടാണ് സ്വീകരിച്ചത്.
ഇന്നലെ PJ ജോസഫിനെ രാവിലെ MLA ഹോസ്റ്റലിലെത്തി നിയുക്ത മുഖ്യമന്ത്രി VD സതീശൻ കണ്ടിരുന്നു. അതിനുശേഷമാണ് കന്റോൺമെന്റ് ഹൌസിൽ ഉഭയകക്ഷി ചർച്ചയും നടന്നത്. ഈ രണ്ട് ഘട്ടത്തിലും PJ ജോസഫ് ആവശ്യപ്പെട്ടത് 2 മന്ത്രിസ്ഥാനം എന്നുള്ളതാണ്. അതിൽ വിട്ടുവീഴ്ച ഇല്ല എന്നുള്ളതാണ്. അബു ജോസഫിനെ മന്ത്രിസ്ഥാനത്തേക്ക് എത്തിക്കുക എന്നൊരു നീക്കം PJ ജോസഫിന്റെ ഭാഗത്ത് നടക്കുന്നുണ്ട്. അതിനാണ് 2ാം മന്ത്രിസ്ഥാനം എന്ന കാര്യത്തിൽ ഉറച്ചു നിൽക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മോൻസ് ജോസഫ് ആയിരിക്കും സീനിയോറിറ്റി പ്രകാരം ഒരു മന്ത്രി തീരുമാനിക്കുകയാണെങ്കിൽ മോൻസ് ജോസഫ് മന്ത്രിയാകും. 2ാമത്തെ മന്ത്രി അത് അബു ജോസഫിനെ ആക്കാനുള്ള നീക്കമാണ് നിലവിൽ എന്തായാലും PJ ജോസഫിന്റെ ഭാഗത്ത് നിന്ന് നടക്കുന്നത്. അതിൽ ഒരു വിട്ടുവീഴ്ചയും ഇതുവരെ ചെയ്തിട്ടില്ല. ഏതെങ്കിലും തരത്തിൽ ഒരു സമവായത്തിലേക്ക് പോവുകയാണെങ്കിൽ ഒരു മന്ത്രി ഒപ്പം തന്നെ ഒരു ക്യാബിനറ്റ് റാങ്കുള്ള ചീഫ് വിപ്പ് സ്ഥാനം എന്നിവ നൽകി അവരെ അനുനയിപ്പിക്കാനുള്ള നീക്കമായിരിക്കും കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന്, പ്രത്യേകിച്ച് VD സതീശന്റെ എന്തായാലും ആ ഒരു ഫോർമുലയിൽ PJ ജോസഫ് ഗ്രൂപ്പ് വീഴുമോ അല്ലെങ്കിൽ അതിൽ വഴങ്ങുമോ എന്നൊക്കെയാണ് നമുക്കറിയേണ്ടത്. നോക്കൂ.